മത്സരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് മത്സരിക്കണം. അതല്ലാതെ എതിരാളികളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടല്ല ശൗര്യം കാണിക്കേണ്ട. പാർലമെന്റ് ഇലക്ഷനും വോട്ട് ചെയ്തു, അസംബ്ലി ഇലക്ഷനും വോട്ട് ചെയ്തു, കോർപ്പറേഷൻ വന്നപ്പോൾ മാത്രം വോട്ട് ചലഞ്ച് ചെയ്യാം. അത് എപ്പോഴാണ് ചലഞ്ച് ചെയ്യുന്നത്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം. ഇങ്ങനെ ഒരു നാണം കെട്ട ഏർപ്പാട്. രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയെ കണ്ടിട്ടുണ്ടോ? ലോക കമ്മ്യൂണിസത്തിന്റെ അവശിഷ്ടം എന്നാണ് വെപ്പ്. പക്ഷേ മുതലാളിത്തത്തിന്റെ അവശിഷ്ടമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. വികസനം പറയുമ്പോൾ ഒറ്റ കാര്യമാണ്. നേരത്തെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിലെ മരണത്തിനെ കുറിച്ച്. ഈ നഗരസഭയ്ക്കകത്തല്ലേ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, ശിവകുമാർ ആരോഗ്യമന്ത്രിയും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ഞാൻ MLA ആയിരുന്നപ്പോൾ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിച്ച് UDF സർക്കാരിന്റെ കാലത്ത് തന്നെ. ഇവിടെ ചില സഖാക്കൾ പറഞ്ഞ പോലെ ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജ് അല്ല, ഏതോ വിവരദോഷി പ്രസംഗിക്കുന്നതാണ്. മെഡിക്കൽ കൗൺസിൽ വന്ന് അംഗീകരിച്ചാൽ മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് ആവൂ. അങ്ങനെ മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്ത മെഡിക്കൽ കൗൺസിൽ 100 സീറ്റ് സാങ്ഷൻ ആക്കിയതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ മെഡിക്കൽ കോളേജ് എന്തിനില്ലാതാക്കി?